നമ്മൾ പ്രമേഹ രോഗികളെ ചികിത്സിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നോക്കാണ്ട് പോണ ഒരു കാര്യമാണ് തൈറോയിഡ് രോഗങ്ങൾ. ഈ രണ്ട് രോഗങ്ങളെക്കുറിച്ചും ഉള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഓഡിയൻസിനൊന്ന് പറഞ്ഞു കൊടുക്കൂ ഇത് തമ്മിലുള്ള ഒരു ബന്ധം. ഡെഫിനറ്റ്ലി സർ. ഇപ്പം പ്രമേഹം നോക്കുമ്പോൾ രണ്ട് ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇച്ചിരി റയറാണ്, കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അത് ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അങ്ങനെ ഉള്ളപ്പം ഈ ഒരു രോഗത്തിന് തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് വരാൻ സാധ്യത ഉള്ളൂ. രണ്ടും പ്രതിരോധ ശക്തി മൂലം തന്നെ പ്രശ്നമാണ്. ടൈപ്പ് 1 ഡയബറ്റീസ്, തൈറോയിഡ്. ആൻഡ് തൈറോയിഡിൻ്റെ പ്രശ്നത്തിലും ഹൈപ്പോ ആൻഡ് ഹൈപ്പർ രണ്ടും വരാൻ സാധ്യത ഉള്ളൂ ടൈപ്പ് 1 ഡയബറ്റീസ്. പക്ഷേ മോസ്റ്റ് കോമൺലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ഡേ ടു ഡേ ബേസിസ് ഓൾമോസ്റ്റ് 90% നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. അതെ. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഇതും അമിതവണ്ണം പിന്നെ ഒരു മെറ്റബോളിക് റിസ്ക് ഉള്ള ഒരു കാറ്റഗറിയിലുള്ള പേഷ്യൻസിനാണ് പൊതുവെ നമ്മൾ കാണുന്നത്. കൊളസ്ട്രോൾ ഉണ്ടാവും. അതെ. സോ ഇങ്ങനെ ഉള്ളവർക്ക് ഇതേ സെയിം റിസ്ക് ഫാക്ടേഴ്സ് തൈറോയിഡിൻ്റെ പ്രശ്നത്തിനും ഉണ്ടാക്കാം.